പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മളൊക്കെ ചേരുകയാണ്. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അത് തീരുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മൾ ഒരു തവണ ഓതി തീർത്താൽ സൗഭാഗ്യങ്ങൾ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ വരുന്ന വഴി നമ്മൾ കാണില്ല. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ ഒരാൾക്ക് 100% വിജയത്തിലാക്കിയെടുക്കണമെങ്കിൽ ഈ പരിശുദ്ധ ആയത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകും. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നിറങ്ങുന്ന ഈ പരിശുദ്ധമായ ആ വചനം, ആയത്ത് ഏതാണ്, എപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്, പരിശുദ്ധ ശഅബാനിൻ്റെ അവസാനത്തെ മൊമെന്റിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും ഇസ്സത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഫജ്റിന്റെ കുടുംബം അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ മൊമെന്റിലേക്ക് നാം ചേർന്നിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട ദിവസം, വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഏകദേശം അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇനി ചില ദിവസങ്ങൾ കയറി വരുമ്പോൾ പോരിശയാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ, പുണ്യങ്ങളുടെ പേമാരി വർഷം പരിശുദ്ധമായ ശഅബാൻ മാസം തീർന്ന് റമദാൻ നമ്മിലേക്ക് കയറി വരുന്നു. ഈ പരിശുദ്ധമായ റമദാൻ മാസം കയറി വരാൻ പോകുന്ന ഈ അവസാനത്തെ ശഅബാനിൻ്റെ മൊമെന്റിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർന്നു ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ശഅബാനിൻ്റെ ഈ അവസാന സന്ദർഭത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ആലോചനയുടെ ഒരു ഉണർവ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് ശഅബാൻ നഷ്ടമാകും, റമദാൻ അപ്പോൾ ഏതായിരുന്നാലും നഷ്ടമാകും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? പരിശുദ്ധമായ ശഅബാൻ, മഹാന്മാർ ഈ ശഅബാൻ മാസത്തിനെ അടയാളപ്പെടുത്തി തരുന്നത് ശഅബാൻ കലുബ്സി സിയാബി ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന മനുഷ്യൻ്റെ ഔറത്ത് മറയ്ക്കുന്നതിൻ്റെ സ്ഥാനം, അവിടെ ഡ്രസ്സ്, വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ് ശഅബാൻ മാസത്തിന്. റമദാനിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ, റമദാൻ കൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാരെ, അതിൻ്റെ ഈ ശഅബാൻ എത്ര പ്രാമുഖ്യം കൊടുക്കണമെന്നറിയോ? നിസ്കരിക്കാൻ നിൽക്കുന്നവനെ ഔറത്ത് മറയ്ക്കുന്ന സ്ഥാനമാണ് ശഅബാൻ. ശഅബാനെ പരിഗണിച്ചാൽ ഔറത്ത് മറച്ച് പരിപൂർണമായ യോഗ്യമായ നിസ്കാരമായി നമ്മുടെ റമദാൻ മാറും. അല്ലെങ്കിലോ നമ്മുടെ റമദാൻ്റെ അവസ്ഥ എന്താണ്? വസ്ത്രം ധരിക്കാതെ നഗ്നയായി നിസ്കരിക്കുന്നത് പോലെയാകും നമ്മളുടെ റമദാൻ. അതായത് ഒരു ഫലവും ചെയ്യില്ല. അത് നമ്മൾ വെള്ളത്തിൽ പേര് എഴുതിയതുപോലെ ഒരു ലാഭം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നേട്ടമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാനിൻ്റെ ഈ അവസാനത്തെ മൊമെന്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നുണ്ടല്ലോ, തഹ്ഹിറു അൻഫുസക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അതുമാത്രം പോരാ, വഅഹ്സിനു നിയ്യത്തക്കും, നിങ്ങളുടെ നിയ്യത്തിനെ, കരുതലിനെ നിങ്ങൾ നന്നാക്കണം. തഹ്ഹിറു അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നഫ്സിനെ, മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കുക? മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ മറ്റൊരാളോട് ദേഷ്യമോ പകയോ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത അവസ്ഥയിൽ മനസ്സൊന്ന് ഫ്രീ ആക്കണം. അത് നിങ്ങൾ പരിശുദ്ധ ശഅബാനിൽ നടത്തണം. ഇല്ലാത്ത പക്ഷം മനസ്സിൽ ഇനിയും വേറൊരാളോട് പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിരുന്നുകാരനായ പരിശുദ്ധ റമദാൻ നമ്മുടെ കൽബിലേക്ക് വരില്ല. കൽബ് മലിനപ്പെട്ടാൽ അള്ളാഹിൻ്റെ വിരുന്നുകാരൻ ആ ഭാഗത്തേക്ക് വരില്ല. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു വൃത്തിയും ഒരു വെടുപ്പും അതേപോലെ തന്നെ ഒരു നല്ല കൾച്ചറുണ്ടല്ലോ. ഒരു മാന്യനായ ഒരു മനുഷ്യൻ ഒരു നജസായ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കൂല, ഞാൻ നിൽക്കാമെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും, ശരിയാവില്ല അവിടെ എന്ന് പറയും. നമ്മൾ പറയും, എന്തുകൊണ്ടാണ്? നമുക്ക് പോകാൻ പറ്റിയ സ്പേസ് അല്ല. ഇതുപോലെ അള്ളാഹുവിൻ്റെ വിരുന്നുകാരനായ പരിശുദ്ധ റമദാൻ എവിടെയെങ്കിലും മ്ലേച്ഛമായ സ്ഥലത്തേക്ക് വരില്ല. വിശ്വാസിയുടെ കൽബിലേക്ക് വരണമെങ്കിൽ ആ കൽബ് ഏറ്റവും വൃത്തിയാകണം. ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന.
പരിശുദ്ധ റമദാൻ കയറി വന്നാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം ഓപ്പൺ ചെയ്യപ്പെടും. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ അടയ്ക്കപ്പെടും. വസുഫിദത് ശയാത്തീൻ, പിശാചുക്കളൊക്കെ ചങ്ങലക്കിടും. പറഞ്ഞിട്ടുണ്ടല്ലോ റമദാനിൽ. ഞാൻ ചോദിക്കട്ടെ, റമദാൻ മാസം, പരിശുദ്ധ റമദാൻ മാസം കയറി വന്നാൽ, റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലാഹുവേ സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ട ആ മനസ്സിൻ്റെ വല്ലാത്ത അനുഭൂതി, ആനന്ദം പലപ്പോഴും വരാറുണ്ടോ നമുക്ക്? നരകം അടച്ചു വച്ചിരിക്കുകയാണ്, ആ ഒരു ബോധം പലപ്പോഴും വരാറുണ്ടോ നമുക്ക്? സുഫിദത് ശയാത്തീൻ, പിശാചുക്കളെ ചങ്ങല കിട്ടും, ആ ഒരു ഫീലിംഗ് പ്രിയപ്പെട്ടവരുണ്ടായിട്ടുണ്ടോ? കൂടുതൽ തെറ്റുകൾ റമദാനിൽ ചെയ്യുന്ന പോലെ കൂടുതൽ സംസാരങ്ങൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ, വായൊക്കെ ഭക്ഷണം കഴിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരം, തെറ്റുകൾ കൂടാന്നല്ലാതെ, പൈശാചികമായ പ്രശ്നങ്ങൾ കൂടാന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാത്തത്? ഇതാ ദഖല റമദാനു, റമദാൻ എവിടെ വന്നാലെന്ന മുഅ്മിൻ്റെ ഖൽബിൽ ഫീ ശഖ്സിൻ, ഓരോ വ്യക്തിയിലേക്കും റമദാൻ വരണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് റമദാൻ കയറി വരണം. അപ്പോൾ നമ്മളൊന്ന് സെറ്റപ്പ് ആകും. പഠിച്ചോനെ സ്വർഗം തുറന്നല്ലോ, നരകമടച്ചല്ലോ, പിശാചിനെ ചങ്ങലക്കെട്ടൽ, എന്തെങ്കിലും ദുർബോധനമായിട്ട് വന്നാൽ അടിച്ച് ഫയർ ചെയ്യും. ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ കാണാൻ പാടില്ലല്ലോ, ഞാൻ കേൾക്കാൻ പാടില്ലോ, അങ്ങനെ തിന്മയിൽ നിന്ന് മാറി നിൽക്കും. ഇതാണ് യഥാർത്ഥത്തിൽ റമദാൻ. അത് റമദാൻ കലണ്ടറിൽ വന്നാൽ കലണ്ടറിൽ നിന്ന് റമദാൻ പോകും. റമദാൻ വരേണ്ടത് എവിടെയാണ്? കൽബിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ റമദാൻ വന്നാണെങ്കിൽ ഹൃദയം ശുദ്ധിയാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ശഅബാൻ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ആത്യന്തിക നിങ്ങളുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ തഹീറു അൻഫുസക്കും, നിങ്ങളുടെ കൽബുകളെ നിങ്ങൾ നന്നാക്കി വെക്കണം, വൃത്തിയാക്കി വെക്കണം. ഒരാളോട് ദേഷ്യം പകയൊന്നും ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, അലാ അദുല്ലുക്കും ബി അഫ്ളല മിനസ് സ്വലാത്തി വസ്സദഖത്തി വസ്സിയാം, നിങ്ങൾക്ക് പരിശുദ്ധമായ പോരിശയാക്കപ്പെട്ട നിസ്കാരങ്ങൾ, കേവല നിസ്കാരങ്ങളല്ല, പോരിശയാക്കപ്പെട്ട നിസ്കാരം, തറാവീഹ് നിസ്കാരത്തിനേക്കാൾ, തഹജ്ജുദ് നിസ്കാരത്തിനേക്കാൾ, ളുഹാ നിസ്കാരത്തിനേക്കാൾ, ആലോചിച്ച് നോക്കണം, വിത്ർ നിസ്കാരത്തിനേക്കാൾ, ബലി പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ, ഏതെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര ഫളുള്ളതും എത്ര ശ്രേഷ്ഠമാക്കപ്പെട്ടതും ഭൂമി ലോകത്തിൻ്റെ മുകളിലുണ്ടോ, ആ നിസ്കാരങ്ങളെക്കാളെല്ലാം പവർ കൂടിയ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെക്കാൾ മഹത്വം കൂടിയ ഒരു പരിശുദ്ധമായ സുന്നത്തായ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ, അതിനേക്കാളെല്ലാം പൊരിച്ചു കൂടിയ ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ? ഖാലു ബലാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് ആവേശമായി, അങ്ങനെ തഹജ്ജുദിനേക്കാളോ, തറാവീഹ് നിസ്കാരത്തെക്കാളോ, ളുഹാ നിസ്കാരത്തെക്കാളോ ഫളുള്ള ഒരു കർമ്മമോ, അതിനേക്കാൾ പുണ്യമാക്കപ്പെട്ട ഒരു അമലോ പറഞ്ഞാലും നബിയെ? ആവേശമായി, ജിജ്ഞാസയായി. എന്താ പറഞ്ഞത്? ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടുപേർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, അതായത് മനസ്സുകൾ തമ്മിൽ അകന്നിരിക്കുന്നവരെ നിങ്ങൾ ചേർത്താൽ ഈ പറയുന്ന സകലമായ നിസ്കാരങ്ങളെക്കാൾ ഏറ്റവും നല്ല പ്രതിഫലമാണ് ആ പുണ്യകർമ്മത്തിനെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരെ തമ്മിൽ ചേർക്കുക അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലുണ്ടായ മ്ലേച്ഛത, മനസ്സ് മോശമാണ്, മനസ്സിൽ പകയുണ്ട്, മറ്റൊരാൾ വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടാകാം, ചിലപ്പോൾ അങ്ങോട്ടുള്ള വാശിയാകാം, എങ്ങനെയാണെങ്കിലും നമ്മൾ സാധാരണ പറയില്ലേ, ഒരു കാരണവശാലും ഞാൻ മരിച്ചാലും പൊറുക്കില്ല എന്ന്. അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ആ വാക്ക്. ഞാൻ മരിച്ചാലും മാപ്പാക്കില്ല എന്ന് പറയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അനി, മാപ്പാക്കണേ റബ്ബേ, മാപ്പാക്കണേ റബ്ബേ. നിനക്ക് മാപ്പ് കൊടുക്കാൻ വലിയ ഇഷ്ടമാണല്ലോ അള്ളാഹ്. എന്നിട്ട് ജീവിതത്തിൽ നിസ്സാരമായൊരു കേസിന് ജീവിതകാലം മുഴുവൻ ഇത്രയും നിഅമത്ത് ചെയ്ത അള്ളാഹുവിനെ നമ്മൾ എതിര് ചെയ്തു, തിന്മകൾ ചെയ്തു, നിസ്കാരമൊക്കെ പലതും നഷ്ടപ്പെട്ടു, പല തിന്മകൾ സംഭവിച്ചു. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് മാപ്പ് ചോദിക്കുക. ഇവിടെ നിസ്സാരപ്പെട്ടൊരു കേസിന് വേണ്ടി നമ്മൾ പറയാം മരിച്ചാലും മാപ്പ് കൊടുക്കില്ല, ഞാൻ മരിച്ചതിൻ്റെ മയ്യത്ത് പോലും കാണിക്കരുതെന്നൊക്കെ പറയുന്ന ഭീമമായ അബദ്ധങ്ങൾ പലപ്പോഴും നമ്മൾ റൈസായിട്ട് പറയും. ഒരിക്കലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആകാമല്ലോ, തീർച്ചയായിട്ടും അതിന് നമ്മൾ അള്ളാഹിനോട് മാപ്പപേക്ഷിക്കണം. എവിടെയാണോ പ്രശ്നം, ആരായിട്ടാണോ പ്രശ്നം, അത് പറഞ്ഞ് തന്നെ തീർക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരുപാട് ദൂരത്ത് തന്നെ വിളിച്ചു, ഉസ്താദേ ഞാൻ മാക്സിമം മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾ കൊടുക്കേണ്ടത് കൊടുത്തു, പറയേണ്ടത് പറഞ്ഞു തീർത്തു, ഇനിയും നമ്മുടെ ലൈഫിൽ ബന്ധപ്പെട്ട പലരെയും കണ്ടുകിട്ടാത്തവരുണ്ട്, അവരിന്ന് കണ്ടുകിട്ടൂല, ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, അവരിങ്ങനെ പഠിക്കുന്ന കാലത്തും ഒറ്റയ്ക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവരുമായിട്ടുള്ള സംസാരത്തിലേക്ക് അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അതിനെന്താ മാർഗം? അതിന് ഇസ്തിഗ്ഫാറാണ്. അവർക്ക് വേണ്ടി അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരുടെ ദറജ കൂട്ടണേ പടച്ചോനെ, അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്താൽ അതിന് പരിഹാരമാകും. അടുത്ത ഓപ്ഷനാണത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തിൽ ഒരു സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടണം. ഏതാ? തഹീറു അൻഫുസക്കും, മനസ്സിൽ നിന്ന് എല്ലാവിധ
അഴുക്കുകളും നമ്മൾ ശുദ്ധീകരിക്കണം, മനസ്സ് ഫ്രീ ആക്കണം. എന്നിട്ടോ അതുമാത്രം പോരാ വഹ്സിനു നിയ്യത്തക്കും, നമ്മുടെ നീയത്തിനെ നമ്മൾ നന്നാക്കണം. നീയത്തിനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ സംഭവിച്ചു പോയി ഒരുപാട് പാകപ്പിഴവുകൾ, ഒരുപാട് നന്മ എനിക്ക് നഷ്ടമായി, ഇനി എനിക്ക് നന്മ നഷ്ടമാകാൻ പാടില്ല, എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. ഈ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവെ എനിക്ക് എല്ലാ നോമ്പും എടുക്കണം. അതിൽ കുറച്ച് നോമ്പെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ മനുഷ്യൻ രോഗിയായി പോയേക്കാം. അള്ളാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെങ്കിൽ ഇയാൾക്ക് നിലവിൽ എല്ലാ നോമ്പും കംപ്ലീറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റാത്ത പീരീഡ്സിൻ്റെ സമയം, സഹോദരിമാർക്ക് അവർക്ക് അശുദ്ധിയുടെ സമയം വന്നേക്കാം, എല്ലാം ഒരുമിച്ച് ഈ റമദാനിൽ പിടിക്കാൻ പറ്റാതിരുന്നേക്കാം. ഈ സാഹചര്യങ്ങൾ എങ്ങനെ തന്നെ മുന്നിൽ വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ നിയ്യത്ത് വെക്കുന്നത്? അള്ളാഹു ഈ റമദാനിൻ്റെ എല്ലാ നോമ്പും എനിക്ക് പിടിക്കണം, എന്നെ സഹായിക്കണം, ഞാൻ നിയ്യത്ത് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹു റമദാനിൻ്റെ എല്ലാ തറാവീഹും എനിക്ക് നിസ്കരിക്കണം, ഞാനത് ആഗ്രഹിക്കുകയാണ്, നിന്നോട് കൊതി ചോദിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹു എനിക്ക് ഒരുപാട് ഖുർആൻ ഓതണം, ഖത്തം ഓതാൻ അറിയുന്നവർ അള്ളാഹു എനിക്ക് ഖത്തം ഓതാൻ നീ ഭാഗ്യം നൽകണം, ഒരുപാട് ഖത്തം ഓതണം. ഇനി ഓതാൻ അറിയാത്തവർ അള്ളാഹുവെ എനിക്ക് ഫാത്തിഹ മാത്രമേ അറിയൂ, ഈ യാസീൻ മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമേ അറിയൂ, എനിക്ക് അതൊരുപാട് നേരം ഓതണം, നിനക്ക് ഒരുപാട് ദുആ ചെയ്യണം, ദിക്ർ ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നിയ്യത്തിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ, മുഅ്മിനീങ്ങൾ അങ്ങനെയാണെന്നാണ്, റമളാനിന് മുമ്പേ ഈ നിയ്യത്തുകൾ ഉറപ്പിച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സാഹചര്യം, രോഗം കാരണമായി, അശുദ്ധി കാരണമായി നമുക്ക് ആ അമൽ ചെയ്യാൻ കഴിയാതെ പോയാലും നമ്മൾ ചെയ്ത അമലുകൾ കൃത്യമായി ചെയ്തവരുടെ കൂട്ടത്തിൽ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ തറാവീഹിൻ്റെ മുഴുവൻ കൂലി കിട്ടാൻ ഈ നിയ്യത്ത് നമ്മുടെ കൽവിൽ വെക്കണം. ഈ ശഅബാനിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ, ക്ലാസ് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കരുതണം, അല്ലാഹു എല്ലാ നോമ്പും എല്ലാ തറാവീഹും ഞാൻ തീരുമാനിച്ചു, ഖുർആൻ ഓതാൻ ഞാൻ തീരുമാനിച്ചു, ദുആ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു, അല്ലാഹ് നോമ്പ് തുറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ തീരുമാനം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എടുത്താൽ അള്ളാഹു ആ പ്രതിഫലമെല്ലാം നൽകും. എന്നാൽ മുനാഫിഖീങ്ങളായ, ഉള്ളിൽ ഈമാനില്ലാത്ത ആളുകൾക്ക് ഇത് തീരുമാനിക്കാൻ പറ്റില്ല. അത് വരുമ്പോൾ കാണാം, നമ്മളങ്ങനെയല്ലേ പറയാം, അത് വരുമ്പോൾ നോക്കാം. അങ്ങനെ കേവലം മനസ്സിൻ്റെ നിയ്യത്തുകളില്ലാതെയുള്ള പോക്ക് പാടില്ല. നിയ്യത്തുകൾ നന്നാക്കി നമ്മൾ ഉറപ്പിച്ചു വെക്കണം. വഅസ്സിനു നിയ്യത്തക്കും, നമ്മുടെ നിയ്യത്ത് നന്നാക്കണം, എനിക്ക് നന്നാകണം അല്ലാഹ് എന്നുള്ളൊരു കൽബിൽ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇനി പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, ഈ പരിശുദ്ധമായ ശഅബാനിൽ നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം, ശഅബാനിൻ്റെ അവസാനത്തിൽ മനസ്സുകളെല്ലാം ഫ്രീ ആക്കി, എല്ലാവരോടുമുള്ള വിദ്വേഷമൊക്കെ മാറ്റി, തൗബ ചെയ്ത് പാപക്കറകളൊക്കെ ഒഴിവാക്കി, മനസ്സ് സ്ഫുടം ചെയ്തു വെച്ച്, അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മളെന്താ റമളാനിൽ ആഫിയത്തോടെ അമൽ ചെയ്യാനുള്ള ഒരു സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ഓതി വെക്കേണ്ട പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്. ഒരു വട്ടം ഓതിയാൽ പോലും ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതാണ് പരിശുദ്ധമായ ആയത്തുൽ കുർസി. നമുക്കെല്ലാം അറിയുന്ന, നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ ആയത്താണ്. അത് ഖുർആന്റെ ഏറ്റവും അഫ്ളലായ ആയത്താണ്. ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഫضലാണ് നമുക്ക് തരാൻ പോകുന്നത്. ഈ പരിശുദ്ധമായ ആയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലിയാരെ തങ്ങളെ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ പരിശുദ്ധമായ ആയത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അയൽവാസികൾക്ക് കൂടെ ഇത് ഷെയർ ചെയ്യണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠത ഓതാൻ വേണ്ടി മക്കളോടും പറയണം, കുടുംബത്തോടും പറയണം, അയൽവാസികളോടും പറയണം, അവരും രക്ഷപ്പെട്ടോട്ടെ. അപ്പോൾ ഈ ആയത്തുൽ കുർസി പടച്ചവനെ പ്രിയപ്പെട്ടവരെ ഒരു 11 വട്ടം നമ്മൾ പാരായണം ചെയ്തിട്ട്, 11 വേണ്ട, ഒറ്റ തവണ മതി. പക്ഷേ കൽബീന്ന് വരണം ആ പാരായണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ഒരു തൗഹീദിൻ്റെ ആ വാക്ക് കൽബീന്ന് വരുന്ന നിലക്ക് ആയത്തുൽ കുർസി തെറ്റുകൂടാതെ പാരായണം ചെയ്തു. ഒരു തവണ പാരായണം ചെയ്താലും പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹു ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം. എനിക്കൊരാളോടും ദേഷ്യമില്ല, ദേഷ്യം ഉണ്ടായിരുന്നു, പലതുണ്ട്, കൈ കെട്ടിയാൽ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ അല്ലാഹുവേ ഞാനതെല്ലാം മറക്കാണ്, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നിൻ്റെ മാപ്പ് കിട്ടാൻ വേണ്ടി ഞാനതൊക്കെ മാപ്പാക്കാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ പലതുണ്ട്. ഞാനിപ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്. ആ വാക്ക് പറയുമ്പോൾ, മനസ്സിൽ നിന്ന് വരുമ്പോൾ എന്ത് പവറാന്നറിയോ, അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമെന്നറിയോ ആ അടിമയോട്. ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തു എന്നൊരു അടിമ പറയുമ്പോൾ എത്ര മനോഹരമാണ്. പറഞ്ഞാൽ മാത്രം പോരാ, തീർക്കേണ്ടത് നമ്മൾ തീർക്കുകയും ചേർക്കേണ്ടത് നമ്മൾ ചേർക്കുകയും ചെയ്യണം.
അങ്ങനെ നമ്മൾ മാനസികമായി ആ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആയത്ത് ഒരു തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആരക്കുക. ആയത്തിൻ്റെ മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് എൻ്റെ കൽബ് നന്നാക്കണം, എൻ്റെ നിയ്യത്ത് നന്നാക്കണം, എനിക്ക് ആഫിയത്തോടെ റമദാനിലേക്ക് ചേരണം, ചില്ലറ ദിവസമുള്ളൂ, ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എല്ലാ ഖൈറും വേണം എന്ന് ദുആ ചെയ്താൽ എന്ത് ചോദിച്ചാലും അള്ളാഹു ഇജാബത്ത് സൗഭാഗ്യമായി ഇറക്കി നൽകുന്ന പരിശുദ്ധമായ ആയത്താണ്. ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശ്രേഷ്ഠതയും പുണ്യവും നമുക്ക് നൽകുന്ന പരിശുദ്ധമായ ആയത്താണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ള 6000 ചില്ലറ അവൻ്റെ പരിശുദ്ധ കലാമിൻ്റെ ആയത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ അത് ഓതുന്നവർ ഏറ്റവും വലിയ ശ്രേഷ്ഠവാന്മാരാകും. ഇത് ഓതുന്നവർ പരാജയപ്പെടുകയില്ല. ഒരു വലിയ മഹാനെ സമീപിച്ചു ഒരു സഹോദരൻ, ഒരു ഹാജി നമ്മളോട് അനുഭവം പറയാം, എക്സ്പീരിയൻസ് പറയാം. ഒരുപാട് നാളായി ഒരു മഹാനായ സൂഫി വര്യനെ തേടിക്കൊണ്ട് അങ്ങനെ തൻ്റെ ദീർഘകാല അന്വേഷണത്തിനിടയിൽ എൻക്വയറി നടത്തി അവസാനം ഒരു മഹാനുഭാവനെ കണ്ടെത്തി. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഈമാനൊന്ന് സലാമത്താകണം, ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഈമാനൊന്ന് സലാമത്തായി കിട്ടണം, ആഖിബത്ത് നന്നായി കിട്ടണം, ആഖിറം വെളിച്ചമായി കിട്ടണം, വിജയമായി കിട്ടണം, ഇതേ മോഹമുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു, നിസ്കാരശേഷം ആയത്തുൽ കുർസി ഇതുവരെ ഓതിയതുപോലെ പോരാ, ഇനി മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് നമ്മളറിയണം നമ്മൾ ഓതുന്നത് അള്ളാഹിൻ്റെ കലാമിൻ്റെ ഏറ്റവും അഫ്ളലായ പോരിശയാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും മുബാറക്കാക്കപ്പെട്ട പരിശുദ്ധമായ ആയത്താണ്. ഇനി മനസ്സറിഞ്ഞ് നിങ്ങൾ നിസ്കാരശേഷം ഒരു ആയത്തുൽ കുർസി പതിവ് ഉള്ളതാണ്, പക്ഷേ മനസ്സറിഞ്ഞ് ഓതൽ ഒന്ന് പതിവാക്കി നോക്കിൽ ഈമാനും സലാമത്ത് ഉറപ്പാണ്. വേറെ ഒന്നും ചൊല്ലണ്ട എന്ന് പറഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കി അതിൻ്റെ പവർ. നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട ആയത്താണ്, പ്രത്യേകിച്ച് ഈ ശഅബാൻ്റെ അവസാനത്തെ മൊമെൻറ്റിൽ. ഇനി പരിശുദ്ധ റമദാൻ കയറി വരുമ്പോൾ റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. പരിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ രാവ് ഒരു ഉമ്മത്തിനും കൊടുക്കാത്ത ഓഫർ റമദാൻ്റെ ആദ്യത്തെ രാവിൽ കൊടുക്കുന്നുണ്ട്. അന്ന് ഓതേണ്ട സൂറത്തുണ്ട്, ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, നമ്മൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ക്ലാസ് കേൾക്കാനും ഒരുപാട് പേർക്ക് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാനും. എത്രയോ ഉമ്മത്ത് സമൂഹമാണ്, എത്രയോ വ്യക്തികളാണ് ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ഏത് സ്ഥലത്ത് ചെന്നാലും അൻവാർ ഫസൻ്റെ ഒരു ഫാമിലി അവിടെ ഉണ്ടാവും. വലിയ സന്തോഷമാണ്. എത്രയോ സന്തോഷമാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. അത്രയോ ഒരു കുടുംബത്തെ പോലെ കാണുകയാണ്, പൊന്നുമോനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. എത്രയോ പ്രായമുള്ളവർ പറഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാവർക്കും സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റജബ് ശഅബാനിൻ്റെ ബറക്കത്തും റമദാനിലേക്ക് ആഫിയത്തോടെ സലാമത്തോടെയുള്ള പ്രവേശനം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ മൊമെൻറ്റിൽ എല്ലാം ശുദ്ധീകരിച്ച് മനസ്സ് വെളിച്ചമാക്കി തെളിച്ചമാക്കി അള്ളാഹുവിലേക്ക് ചേരാൻ ഭാഗ്യം നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ, മുറാദ് ഹാസുലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشر